അവനോട് വക്കീല് പറഞ്ഞു മോൾ ഒപ്പിട്ടോ, മോക്ക് നല്ലതേ വരുള്ളൂ, ഒരിക്കലും സങ്കടം വരരുത്, ഒപ്പിട്ടോ. അങ്ങനെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ. അപ്പൊ ഇനിയുള്ള പെൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, 3 കാര്യം എനിക്ക് പറയാനുള്ളൂ. പഠിക്കുക, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കുക, ഡിഗ്രി. നിങ്ങൾ ഡിഗ്രി സ്ട്രോങ് ആണ്, എല്ലാം കൂടി ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ ആ ഡിഗ്രിയിൽ എനിക്ക് ഇതിനെ കുറിച്ച് നല്ല അഭിമാനമുണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല അഭിമാനമുണ്ട്. പിന്നെ ഇതൊക്കെ തരണം ചെയ്ത് കാണാൻ എന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് നല്ല അഭിമാനമുണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ സ്ട്രോങ് ആണ് എനിക്കറിയാം. ഞാൻ ഭയങ്കര വീക്കാണ്, ഭയങ്കര പെട്ടെന്ന് സങ്കടം വരും. ആരെങ്കിലും വിഷമം കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, ആരെയും സങ്കടം കാണുമ്പോൾ ഒക്കെ എനിക്ക് സങ്കടം വരും. പക്ഷെ ഞാൻ സ്ട്രോങ് ആണ്, എനിക്കെല്ലാം അതിജീവിക്കാൻ ശക്തി റബ്ബ് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ തളർന്നാലേ എനിക്ക് എന്റെ മോന് തളരും. എന്റെ കണ്ണ് പറയുന്നത് എന്റെ മോന് ഇഷ്ടേ അല്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കേസിന് പോയിട്ടോ, കാരണം ഉമ്മ കുട്ടീനെ എറിഞ്ഞതും ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ദേഷ്യം എനിക്ക് അവരോട്. അപ്പൊ നീതിയുടെ നേരെ പോവാ. ഓക്കെ, കേസ് കൊടുത്തിട്ട് അവർ കുറച്ച് അനുഭവിക്കണം, അവർ ചെയ്തതിനൊക്കെ അനുഭവിക്കണം എന്നുള്ളതിൽ ഞാൻ കേസിന് പോകുന്നുണ്ട്. കേസിന് പോകാൻ വക്കീലിനെ പോയി കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ വക്കീലിന്റെ അടുത്ത് പോയി വക്കീലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വക്കീല് പറഞ്ഞു എന്നോട് 100 പവനൊക്കെ തന്നു എന്ന് പറയണം, എന്റെ വീട്ടിൽ നിന്ന് 100 പവനൊക്കെ തന്നു എന്ന് പറയണം, അത് അവരെടുത്തു എന്ന് പറയണം. പിന്നെ അതേപോലെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് വക്കീലല്ല, അവര് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമല്ലോ. അപ്പോ 100 പവന് തന്നു എന്ന് പറയണം, അതേപോലെ നിന്നെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി അങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം തന്നെ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് നീതി കിട്ടൂലേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ട് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതിനെക്കാട്ടിലും ഇത് ജയിക്കണം, കേസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യം പറയണം. കുറേ കാര്യം വെച്ചാല് ഈ 100 പവനൊക്കെ തന്നീനു, ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യം പറയാം, എന്റെ വീട്ടുകാർ എനിക്ക് തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വക്കീലിനോട് പറഞ്ഞു, ഇല്ല, കള്ളം പറഞ്ഞാണ്ട് എനിക്ക് നീതി വേണ്ട, അതിലൊരു തൃപ്തി ഉണ്ടാവില്ല, ഞാൻ പഠിച്ചവനോട് ചെയ്യുന്ന ചതിയാണത്, അല്ലേ? ഞാൻ അനുഭവിച്ചെന്താണെന്ന് ഈ പഠിച്ചവന് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇതിന്റെ പുറമെ ഞാൻ കള്ളം പറഞ്ഞാണ്ട് എനിക്ക് എന്തിനാ നീതി കിട്ടേണ്ടത്? വേണ്ട, പഠിച്ചവൻ കൊടുത്തോളും, ചെയ്തതിനൊക്കെ പഠിച്ചവൻ കൊടുത്തോളും എന്ന് ഞാൻ പറഞ്ഞു. പഠിച്ചവന് വിളിച്ചോളും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരുകയാണ് ചെയ്തത്. പിന്നെ ചെറിയ പൈതൃല്യാണ്. അപ്പൊ ഞാൻ പോന്നു. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ തന്നെയായിട്ട്. അപ്പൊ പണ്ട് 15 പവനൊക്കെ പിറ്റേ ദിവസം എന്നെ കൊണ്ടേക്കാണ് വിറ്റു. അതിന് മുമ്പ് എന്റെ കയ്യിലുണ്ടായ പണ്ടൊക്കെ കൊടുത്തുകൊണ്ട് വിറ്റു, മഹർ അടുക്കപ്പൊ കൊണ്ടേക്കാണ്ട് വിറ്റു, ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ആകെ ഡിപ്രഷനിലാണ്, റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നില്ല. അതിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ അവനെ വണ്ടിയിൽ ഇരുന്നാണ് കരീനൊക്കെ ഉണ്ട്. എന്തിനാ കരീന്? ബന്ധം ഒഴിവാക്കിയ സമയത്ത് കരീനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടേനെങ്കിൽ സ്നേഹം ഒരു തുള്ളി ഉണ്ടേനെങ്കിൽ സ്നേഹിക്കൂലേനോ, നോക്കൂലേനോ? അങ്ങനെ വേറൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലോ? ഇല്ല. അപ്പൊ അങ്ങനെ ബന്ധം പിരിയാന്ന് തീരുമാനിച്ചു. പള്ളി കമ്മിറ്റിയൊക്കെ ചേർന്നാണ്ട് പിരിയാ. ഓക്കെ, അങ്ങനെ അവര് ഡേറ്റ് വെച്ച് 2018 ആഗസ്റ്റ് 10 മലപ്പുറത്ത് വെച്ചിട്ട് തന്നെ രജിസ്റ്റർ ഓഫീസ് വെച്ചിട്ട് നമുക്ക് ബന്ധം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബന്ധം പിരിയാന്ന് ഉണ്ട്. അങ്ങനെയാണ് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ തലേ ദിവസം വിളിച്ച് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അതിന്റെ തലേ ദിവസം അവര് ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പം അവൻ പറയുന്നുണ്ട്, അവൻ വിളിച്ചപ്പോ പറയുന്നുണ്ട്, ഞാൻ നന്നാവണം എന്നുണ്ടെങ്കിൽ 10 പവനും 10 ലക്ഷം രൂപയും ഒരു വിസയും വീടും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നന്നാവാന്ന് പറഞ്ഞു ഓൻ എന്റെ പനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പണ്ടും പൈസ പണമൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഒരാളെ വേണ്ട, ഡിവോഴ്സിന് മുമ്പാട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ ഒരാളെ വേണ്ട, ഇതൊക്കെ കൊടുത്തിട്ട്. അതുകൊണ്ട് ഇനി അത് വേണ്ട, ഞാൻ തീരുമാനിച്ചത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇനി പണ്ട് ഇത് കൊടുത്തിട്ട് തീരുമാനിച്ചു. പിന്നെ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ പോയില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു വാടക വീട്ടിക്ക്, എന്നെ വിളിച്ചതല്ല കേട്ടോ, ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു, വാടക വീട്ടിക്ക് വരികയാണെങ്കിൽ ഞാൻ പോവാം, എന്റെ മനസ്സ് ഓക്കെ അല്ല, ഇനി ഒരു പ്രശ്നത്തിന് എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് വാടക വീട്ടിലാണെങ്കിൽ ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ തരിക്കുവാണെങ്കിൽ പോന്നാ മതി, അല്ലെങ്കിൽ പോരാ നിൽക്കണ്ടെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല, വേണ്ട. എന്റെ കുട്ടീനെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി എന്തിനാ എനിക്ക്? എന്നെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി എന്തിനാ? സ്നേഹം എന്നുള്ള സംഭവത്തിന് ഒരു അരിമണി തൂക്ക പോലും വില നൽകാത്ത വ്യക്തിന് എന്തിനാ എനിക്ക്? ഭാര്യ എന്താണെന്ന് അറിയില്ല, കുഞ്ഞെന്താണെന്ന് അറിയില്ല, എന്തിനാ എനിക്ക്? വേണ്ട. ഞാൻ ആ തീരുമാനത്തിൽ എന്നെ ഉറച്ചു വന്നു.
അങ്ങനെ ഡിവോഴ്സ് ആവാണ്. അപ്പൊ രാത്രി തൊട്ട് കരച്ചിലാണ്, ഭയങ്കര കരച്ചിൽ തന്നെ. നേരം മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഭയങ്കര കരച്ചിൽ തന്നെയാണ്. സങ്കടപ്പെട്ട് കരഞ്ഞാണ്ട് തന്നെ ഞാൻ നിന്നത്. എനിക്ക് വിഷമം തന്നെയാണ്. കാരണം 19ാമത്തെ വയസ്സാണ് എൻ്റെ. 19 കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ് 2-3 മാസമായിട്ടുള്ളൂ. ഒന്നോ രണ്ടോ മാസം, 20ാമത്തെ വയസ്സൊക്കെ എത്തിയിട്ട് 1-2 മാസമായിട്ടുള്ളൂ. എന്നുവെച്ചാൽ ജൂണിൽ ബർത്ത്ഡേ, ജൂലൈ ആഗസ്റ്റ്, ഇത്രേ ഉള്ളൂ 20ാമത്തെ വയസ്സ്. അപ്പൊ ഞാന് പറഞ്ഞു, അപ്പൊ അങ്ങനെ ബന്ധം തീരുമാനിച്ചു. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ പോയി. അവര് ഒപ്പിട്ടു എന്ന് പറഞ്ഞു. ഫസ്റ്റിന് അവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞു. എന്റെ പല മുന്നിൽ തലാക്കും ചൊല്ലി. 2 വട്ടം തലാക്കില്ലേ. പിന്നെ ഒപ്പിടേണ്ടത് ഞാനാണ് അല്ലെ. അപ്പൊ ഞാന് പോയി. അവന്റെ ഞാൻ കരയുന്നൊക്കെ ഉണ്ട്, കരയൂലേ, കരയും. അപ്പൊ ഞാൻ പോണ സമയത്ത് അവരാരും എന്റെ മുഖത്തേക്ക് നോക്കിയോ അങ്ങോട്ട് തിരിഞ്ഞിക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. ആരും മിണ്ടാൻ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പോയി ഒപ്പിടാൻ നേരത്തെ എന്നോട് വക്കീല് പറഞ്ഞു, സാരല്ല, ഇടേണ്ടവരൊക്കെ ഇട്ട് പോയിട്ടുണ്ട്, ഈ അത്രക്ക് പ്രതീക്ഷ മതി. വക്കീലിന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഓക്കെ, ഒരു വാക്ക് പറയുന്നുള്ള വിശ്വാസം. നമുക്ക് എന്തിനാ പിരിയുന്നത്, നമുക്ക് എന്താ സന്തോഷമായിട്ട് ജീവിക്കാം. എന്റെ മനസ്സ് അത്ര വലിയ കട്ടിയൊന്നുമില്ല. ഞാൻ ഭയങ്കര അലിവുള്ള ആളാണ്, ഭയങ്കര മനസ്സിൽ സഹാനുഭൂതി ഇതൊക്കെ ഉള്ള ആളാണ്. ആരെങ്കിലും ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ മതി, എന്റെ മനസ്സ് പെട്ടെന്നാല്. ആരാണെങ്കിലും അതുവരെ ചെയ്തതൊക്കെ ഞാൻ മറന്നിട്ട് ഒക്കെ ഞാൻ ഇതാക്കും, അങ്ങനെയാണ്. പക്ഷെ അതവര് പറഞ്ഞില്ല. അതൊക്കെ റബ്ബിന്റെ ഒരു ഇതാണ്. ഞാൻ റബ്ബിനോട് പറഞ്ഞ എന്താ അറിയോ, അന്ന് ഞാൻ ദിവസത്തിന്റെ തലേദിവസം ഉറങ്ങിയിട്ടില്ല. ഞാൻ പഠിച്ചവനോട് എന്താ പറഞ്ഞത്, പഠിച്ചവനെ ഹയറാണെങ്കിൽ ഈ പിരിക്കല്ലേ, ഹയർ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് രണ്ടാക്കിത്താ, എനിക്കത് ഹയറല്ല. പിന്നെ കുറെ കെട്ടുകഥകളല്ല, കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടെ ഉണ്ട് ഉമ്മാനെ കുറിച്ചുള്ളത്. അപ്പൊ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഹയർ ആണെങ്കിൽ പിരിക്കല്ലേ, ഹയർ അല്ലെങ്കിൽ പിരിച്ചു തറബേ. അപ്പൊ പിന്നെ ഓൾറെഡി ഒപ്പിട്ട് പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചതിനത് ഹയറല്ല എന്നല്ലേ ഉറപ്പുള്ളതല്ലേ. ഹയറല്ലാത്തോണ്ടല്ലേ ഒപ്പിട്ട് പോയത്. അങ്ങനത്തെ ഒരു വാക്ക് ആളെത്തൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു, മോൾ ഒപ്പിട്ടോ, നമുക്ക് നല്ലതേ വരുള്ളൂ, ഒരിക്കലും സങ്കടപ്പെടരുത്, ഒപ്പിട്ടോ. അങ്ങനെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു. ഞാൻ ആ പേപ്പർ നന്നായിട്ട് വായിച്ചു. ആ പേപ്പർ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താ പറയുക, ഞാൻ അനുഭവിച്ച ഒരു വരി പോലും ഞാൻ ആ പേപ്പറിൽ കണ്ടില്ല. ഒരു ചെറിയൊരു വരി ഉണ്ടല്ലോ, ഞാൻ അനുഭവിച്ച, എന്റെ കുട്ടി അനുഭവിച്ച ഒരു വരി ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ആ പേപ്പറിൽ കണ്ടില്ല. ആരാണ് ഇതൊക്കെ തയ്യാറാക്കി? എന്റെ കുടുംബമുണ്ട്. ഇതിനു മുമ്പ് എന്തിനാണ് ഡിവോഴ്സ് പേപ്പർ ആ കോളത്തിൽ ആയത് നിങ്ങൾക്കറിയാം. അത് ഞാൻ പറഞ്ഞുതരാം. ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ അനുഭവിച്ച ഒരു വേദന ഇല്ലാത്തതിന്റെ റീസൺ എന്താ അറിയോ? ഞാൻ പറഞ്ഞ കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ്. ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, എന്റെ ഫാമിലിയിൽ തന്നെ മൂത്തപ്പാന്റെ കുട്ടീന്റെ കല്യാണത്തിനാണ് ആൾ ഒഴിഞ്ഞു നിന്നതും അങ്ങനെയൊക്കെ പറയണ്ടല്ലോ. ആള് ഇതായിട്ട് നിന്നതും അങ്ങനത്തെ ഒരു കഥ വരുന്നുണ്ടല്ലോ. ഈ പള്ളി കമ്മിറ്റി കൂടി ഇത് എന്നെ തിരിച്ചു കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മോനെ ഓന്റെ എല്ലാ ഈ ഒരു കാര്യം ആൾക്കാരുടെ മുമ്പിൽ ഇതാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട്, ആ സമയത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാന് സ്നേഹിച്ച പെണ്ണ് നിന്റെ ഫാമിലിയിൽ തന്നെയായിരുന്നു, നിന്റെ മൂത്താപ്പാന്റെ ഭാര്യന്റെ എന്നുവെച്ചാൽ എന്റെ മൂത്തമ്മാന്റെ അനിയത്തിന്റെ മോളായിരുന്നു അവള്. അതൊക്കെ നിന്റെ ഫാമിലിക്ക് അറിയുന്നു, നിന്റെ ഉപ്പാന്റെ ഫാമിലിക്കൊക്കെ അറിയണം. നിന്നോട് മറച്ചു വെച്ചതാണ്. ഈ ഞങ്ങൾ സ്നേഹിക്കുന്ന കാര്യം അറിയുന്നു, നിന്റെ ഫാമിലിക്ക് അറിയുന്നു, നിന്റെ കുടുംബത്തിന് അറിയുന്നു. നിന്റെ ഉപ്പാക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷെ കുടുംബത്തിന്, കാരണം ഈ കുടുംബം തന്നെയാണ് ഡിവോഴ്സ് പേപ്പർ തയ്യാറാക്കുന്നത്. പല ഫാമിലി തന്നെയാണ് ഡിവോഴ്സ് പേപ്പർ തയ്യാറാക്കിയത്. അപ്പം അറിയായിരുന്നു. അതേപോലെ ഈ അസുഖമുള്ള കാര്യം ഉണ്ടല്ലോ, ഇങ്ങനെ മെന്റൽ പ്രോബ്ലം ഉള്ള കാര്യം നിന്റെ ഫാമിലിക്ക് അറിയുന്നു, എന്ന് വെച്ചാൽ മൂത്താപ്പാന്റെ ഫാമിലിക്ക് അറിയുന്നു എന്നുള്ളത്. എന്റെ മുഖത്തൊക്കെയാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ പോയി ആന്ന് ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുപോയി അന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, എന്നോട് പറഞ്ഞു. എന്റെ മുഖത്തൊക്കെയാണ് പറയുന്നത്. അന്ന് ഞാൻ ഇതും കൂടെ ഉണ്ട്, ഞാൻ മരിക്കുക എന്നുള്ള തീരുമാനത്തിൽ ഇതും കൂടെ ഉണ്ട്. കാരണം എന്റെ കുടുംബം പോലും എന്നെ ചതിച്ചു, എല്ലാം അറിഞ്ഞിട്ട് അവരത് പറഞ്ഞില്ല. ഞങ്ങനെ ചോദിക്കുന്നത്, കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അവൾ ആരാ, അവളെനിക്ക് കാണിച്ചു തരുമോ? ഒന്നും റിപ്ലൈ ഇല്ല. അതൊന്നും നീ കാണണ്ട, അതൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, എന്റെ സ്വകാര്യമാണ്, അതൊക്കെ നീ കാണണ്ട. ഞാൻ കണ്ടുകൊണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു ഇതിന്റെ ചോര തന്നെയാണല്ലോ, എന്ന് വെച്ചാൽ എന്റെ ബന്ധുപ്പാട്ടിലാണല്ലോ എനിക്ക് മനസ്സിലാവുമായിരുന്നു. പറഞ്ഞില്ല. അന്നാണ് പറഞ്ഞത്, ഞങ്ങൾ ചതിച്ചിട്ടൊന്നുമില്ല, എന്റെ കുടുംബക്കാരെ അറിഞ്ഞുകാണ്ടുണ്ടാക്കിയതാണ്, എല്ലാവർക്കും അറിയുന്നു, ഞാൻ സ്നേഹിച്ചത് ഓളേന്ന് അറിയുന്നു, അസുഖമുള്ള കാര്യം അറിയുന്നു. ഇതുണ്ടല്ലോ എന്റെ കുടുംബം എന്നെ ചതിച്ച കാര്യം ഉണ്ടല്ലോ, ഇത് എനിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് സ്റ്റോറിക്ക് വരാം. അങ്ങനെ ഞാൻ ഒപ്പിട്ടു.
പേപ്പർ ഈ പേപ്പർ ഞാൻ വായിച്ചു നോക്കുമ്പോ അതില് സ്വരച്ചേർച്ചയില്ലായ്മ എന്നാ പറയുന്നത്. അല്ലാതെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊന്നും അതിൽ ഞാൻ കാണുന്നില്ല. സ്വരച്ചേർച്ചയില്ലായ്മ എന്ത് സ്വരം തരാന്ന് എനിക്ക് ചോദിക്കാനുള്ളതാ. കാരണം ഒരു തല്ലും പിടിയും പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാന് എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. കാരണം ഞാന് എല്ലാവരും പെട്ടെന്ന് കൂട്ടാവുന്ന ആളാണ്. അപ്പൊ തല്ലും പിടിയൊന്നും ഉണ്ടല്ലോ. എത്ര തെറ്റ് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ എന്താ പറഞ്ഞത്, എന്താ അങ്ങനെ ചെയ്യരുത് കേട്ടോ, എനിക്ക് സങ്കടാവട്ടെ, ഇത്രേ പറയും. കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരും. പ്രഗ്നന്റ് കുട്ടി ജനിച്ചതിന് ശേഷം അവർ എനിക്കുള്ളതൊന്നും കൊടുന്നില്ല. പിന്നെ അത് എന്റെ മൂത്തച്ഛി പറഞ്ഞ ഇഷ്ടമുള്ള മൂത്തച്ഛി ഉണ്ടായിരുന്നു. ആ മൂത്തച്ഛി പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ താത്തക്ക് കുളിക്കാനുള്ളത് ആളെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ കാക്ക കൊടുന്നെടുത്ത് കണ്ടിട്ട് ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കുളിക്കാനുള്ളത് അതൊന്നും എനിക്ക് അറിയില്ല ചോദിച്ചപ്പോ ഞാനതൊന്നും കൊണ്ടേ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഓൾ അത്രയൊക്കെ കുളിച്ചാൽ മതി, അങ്ങനെയാ പറഞ്ഞത്. ഓൾ അത്രയൊക്കെ കുളിച്ചാൽ മതി, ഒന്നും അറിയില്ല, ഒരു വകതിരിവും ഇല്ല, എന്ത് എവിടെ എന്ത് വേണം ഒന്നും അറിയില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടാൻ നേരത്തെ ഈ സംഭവം ഒന്നും ഞാൻ അനുഭവിച്ച ഒരു വരി പോലും ഉണ്ടായില്ല. ആരങ്ങനെയൊക്കെ ചെയ്ത്? എന്റെ കുടുംബത്തിൽ തന്നെ, എന്റെ ചോരയിൽ നിന്ന് ഒക്കെ ഉണ്ടായത്, എന്റെ ചോരയിൽ നിന്ന് ഉണ്ടായ കാര്യമാണത്. എന്റെ ചോരനെ നിന്ന് ചയച്ചത്, പിന്നിന്ന് വന്നാണ് ചയച്ചത്. മുന്നിന്നല്ല അവർ കുത്തിയത്, പിന്നിന്ന കുത്തിയത്. എന്നിട്ട് അവരാരും അറിയാതെ ഭയങ്കര ചിരിയും കളിയും എന്നോട് ഭയങ്കര സഹതാപത്തിലൊക്കെ പറയാ ഇതാക്കുക. പുറമെ അവരിങ്ങനെയും കളിച്ചിട്ട് എന്നോട് ഭയങ്കര സഹതാപത്തില്, ഭയങ്കര വിഷമത്തില്, എന്തോ ഭയങ്കര പരിഹാസത്തിലൊക്കെ എന്നോട് കാട്ടിയത്. എന്നിട്ട് അവര് പിന്നെന്ന് ചെയ്തതാണ്. ഇതൊക്കെ ആള് പറയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. എല്ലാരും ഇവിടെ അറിഞ്ഞിട്ടുള്ള കളിയാണ്. അത് ഞാൻ പേപ്പർക്ക് പിന്നെ വരിക. അപ്പൊ വരികളിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഇവരെന്നെ ഇതൊക്കെ തയ്യാറാക്കുന്നത്, ഈ പറഞ്ഞ ആൾക്കാരെന്നെ ഇതൊക്കെ തയ്യാറാക്കുന്നത്, ഉണ്ടാക്കിയതൊക്കെ. സ്വരച്ചേർച്ചയില്ലായ്മ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് അവരെ ഈ സ്വരച്ചേർച്ചമേലെ എനിക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങളാണ്, അതൊന്നും ഉണ്ടായിട്ടില്ലടോ, തീരെ ഉണ്ടായിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, കുടുംബത്തിന് വേദനിപ്പിച്ചിട്ടില്ല. ഒരു ചെറിയൊരു വാക്കിന്റെ പുറത്ത് പോലും ഞങ്ങൾ പ്രശ്നത്തിലായി അങ്ങനെ സൗന്ദര്യപ്പെടുക്കും പോലും ഉണ്ടായിട്ടില്ല. ഇത് പഠിച്ചിട്ടില്ലായിരുന്നു. മാരേജ് സർട്ടിഫിക്കറ്റ് അവരെടുത്തായി. കാരണം അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടിയില്ല അവർക്ക്. കാരണം ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, കല്യാണം കഴിഞ്ഞപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഉമ്മേന്ന് പറഞ്ഞത്, ഓനെ പറഞ്ഞു അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇവിടെ ഉള്ളവരൊന്നും അത് ഉണ്ടാക്കിയിട്ടൊന്നല്ല. അതിന് പറഞ്ഞിട്ടത് ആ ആൾക്കാര്. എന്നിട്ട് എന്റെ ഉമ്മേനെ ഉണ്ടാക്കി തന്നത്, അത് വേണം, പ്രൂഫ് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മേനെ ഉണ്ടാക്കി തന്നത്. അപ്പോ അവര് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അവരെടുത്തു, ഒറിജിനൽ എടുത്തു, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ് തന്നത്. തൊലാക്ക് സർട്ടിഫിക്കറ്റും അവരെന്നെ എടുത്തു. കാരണം ഈ സ്വരച്ചേർച്ചയില്ലായ്മ എന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഓന്റെ പേരിൽ ഓൻ ചെയ്ത് കൂട്ടിയത്, ഓന്റെ ഉമ്മ ചെയ്ത് കൂട്ടിയതായിട്ടുള്ള ഒരു പ്രശ്നം അതിന് ഞാൻ കണ്ടില്ല. ഒരു പറ്റി പോലും കണ്ടില്ല. ഈസി ആയില്ലേ, സുഖമായില്ലേ, അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലേ, ഒക്കെ എന്റെ ഭാഗത്ത്. ഇതൊക്കെ ആരുണ്ടാക്കി? എന്റെ കുടുംബം ഉണ്ടാക്കി. എന്റെ കുടുംബം എന്റെ പിന്നിന്ന് കഴിച്ചു. എന്റെ ഉപ്പാക്ക് അതിൽ പങ്കുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ പങ്കുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടിക്കോളും. ആർക്ക് പങ്കുണ്ടെങ്കിലും അവർക്ക് പഠിച്ചത് കിട്ടിക്കോളും. ഞാൻ ആരോടും ഒന്നിനും ഞാൻ പോയിട്ടില്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ല. അവരെ ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടി ഞാൻ ഒഴിഞ്ഞു കൊടുക്കുക ചെയ്തത്. ഒഴിഞ്ഞു കൊടുക്കും, എന്റെ കുട്ടീനായിട്ട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കുക ചെയ്തത്. അല്ലാതെ അവരോട് അത് കാട്ടാനും ഇത് കാട്ടാനും പ്രതികാരം ചെയ്യാനും ഒന്നിനും ഞാൻ പോയിട്ടില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് അവരെടുത്തു, തലാഖ് സർട്ടിഫിക്കറ്റ് അവരെടുത്തു, ഒറിജിനൽ. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നത്. ഞാനാണ് ഞാനാണ് ബന്ധം വേണ്ടാന്ന് പറഞ്ഞത്. എടുത്തോട്ടെ. അങ്ങനെ ഞാനും ആ സമയത്ത് ഒക്കെ കഴിഞ്ഞു, ഒപ്പിടും. ഞാൻ പോരാൻ വേണ്ടി നിൽക്കണം. കുട്ടിന്റെ കയ്യിലാണ്. അപ്പൊ അവന് കുട്ടീനെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അവന് കുട്ടീനെ എടുത്തിട്ട്, അന്ന് 2018 ആഗസ്റ്റ് 10 പ്രളയത്തിന്റെ തുടക്കമാണെന്ന്. എന്ന് വെച്ചാൽ അന്നാണ് പുറത്ത് നല്ല ഇടി മഴയുണ്ട്, കാറ്റുണ്ട്, കൊടുങ്കാറ്റൊക്കെ ഉണ്ട്, തീപ്പൊരി പാറുന്നുണ്ട്. മറ്റേ ലൈൻ കമ്പി വന്ന് തീപ്പൊരി ഫുള്ള് പാറുന്നു. കാരണം ടൗണാണ്. ആ സമയത്ത് ടൗണിന്റെ അതിൽ വെച്ചിട്ട് ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ട്, പാറുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. ഭയങ്കര ഇതുണ്ട്, പ്രോബ്ലംസ് ആണ് ചുറ്റിനും നടക്കുന്നത്. ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇവ കുട്ടീനെ വാങ്ങിയിട്ട് എന്താ ചെയ്തത് അറിയാം? കുട്ടീനെ ഒറ്റ ഓട്ടം ടൗണിക്ക്, വണ്ടികളൊക്കെ നിർത്തി വണ്ടിയൊക്കെ ഇങ്ങനെ പോവാണ്, ബസ്സും എല്ലാവർക്കും പോണ്, ബസ്സും വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോവാണ്. തീപ്പൊരി പാറുന്നുണ്ട്. ഈ സമയത്ത് അവൻ അതിന്റെ അങ്ങോട്ട് വണ്ടികളൊക്കെ പോകുന്നതിന്റെ അടിക്ക് കുട്ടീനായിട്ട് ഓടി പോയി. അപ്പൊ ഞാൻ ഇതറിഞ്ഞു, കുട്ടീനായിട്ട് ഓടി അറിഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടായപ്പോ ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് എന്റെ കുട്ടീനെ തരണം നിർബന്ധിച്ച് ഞാൻ കരഞ്ഞു, ഉറക്കന് ഷോക്ക്. ഞാൻ അതുവരെ പാവായിട്ട് നിന്ന് ഞാൻ പിന്നെയും ഇതായി. കാരണം ഈ കുട്ടിയാണ്, എന്റെ കുട്ടിയാണത്. ഞാൻ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി, എന്റെ കുട്ടീനെ തരണം, ഇല്ലെങ്കിൽ ജീവനോട് ഇവിടുന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അവര് പിടിച്ചു കൊടുന്നു, കുട്ടീനെ ആളെടുത്തുനിന്ന് പിടിച്ചു കൊടുന്നു.
അപ്പൊ ഓൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഓന് കുട്ടീനെ ഫോട്ടോ എടുത്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുത്തു. കുട്ടീനെ എനിക്ക് കിട്ടി. ഞാൻ ഇവിടെ വന്നു. ഈ ഒരു ഇതിന് ഞാൻ പോണില്ല. ഈ ഒരു അവസ്ഥയിൽ ഈ തലന്റെ ഉള്ളിൽ നിന്ന് ഇത് പോണില്ല കേട്ടാ. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഭയങ്കര ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഞാൻ അങ്ങനെ ഡിപ്രഷൻ സൈഡിലായി ഞാൻ. ഡിപ്രഷനായി. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാതായി, പുറത്തേക്ക് ഇറങ്ങാതെ. കാരണം ബാപ്പ ഗോൾഡ് ഒക്കെ കണ്ടിട്ട് ബാപ്പൊക്കെ വാങ്ങുന്നുണ്ട്. 15 പവനോളം ബാപ്പ പോയിട്ട് ഇതൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് തൊട്ട് റൂമിൽ തന്നെയാണ്. പിന്നെ ഇദ്ദ കൂടെ അല്ല. അപ്പൊ ഞാൻ റൂമിൽ, കാരണം ഇത് ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഏകദേശം 1 വർഷത്തോളം സെപ്പറേറ്റ് ആയിട്ടാണ് ഡിവോഴ്സ് ആവുന്നത്, തീരുമാനം വരുന്നത്. അതുവരെ ചർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലിരുന്നു. ഏകദേശം പ്രളയമായി. 2018 ആഗസ്റ്റ് 15 ആയപ്പോഴത്തേന് പ്രളയമായി. ഇനി എന്റെ 3ാം വെഡിങ് ആനിവേഴ്സറി ആണ് അന്ന്. അതായപ്പോ തന്നെ ബന്ധം പിരിഞ്ഞിട്ടുണ്ട്, പത്താം തീയതി പിരിഞ്ഞിട്ടുണ്ട്. 15 ആയപ്പോഴത്തേനും ഭയങ്കര പ്രളയമായി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എല്ലാവരും കുടുങ്ങി കിടക്കണം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വലിയ മലന്റെ മുകളിലാണ്, കുന്നിന്റെ മുകളിലാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ടി വിയിലൊക്കെ കാണുന്നുണ്ടൊക്കെ അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ ഡിപ്രഷനാണ്. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഒരു ഇതില്ല, ആരോടും മിണ്ടുന്നില്ല, ഭക്ഷണം ഇല്ലാതില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അങ്ങനെ 2 മാസം കഴിഞ്ഞു. ആ സമയത്ത് എന്നെ കോളേജിൽ ചേർക്കാമെന്ന് തീരുമാനിച്ചു. എന്നോട് പറഞ്ഞു, നിർബന്ധിച്ചു പറഞ്ഞു കോളേജിൽ ചേർക്കണം, എന്റെ കുട്ടിക്ക് പഠിച്ചണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ നിർബന്ധിച്ചു. എന്റെ കുട്ടീന്റെ പഠിപ്പ് പകുതിക്ക് മുടങ്ങിയതാണ്. നന്നായിട്ട് പഠിച്ചിരുന്നു ഞാന്. പിന്നെ ഇതോടെ കൂടെ എന്റെ മനസ്സ് ഇതായി പോയി, കരച്ചിലായി, അതൊക്കെ ആയി. ഭയങ്കര ഡിപ്രഷന്. എന്തും സംഭവിക്കും എന്നുള്ള ഒരു ഇതിലായി ഞാൻ. കുറച്ചു പേര് ഞാൻ അങ്ങനെ നിന്നാല് ജീവൻ ഞാൻ സ്വയം എടുക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായതുകൊണ്ട് അറിയില്ല. എന്റെ അമ്മക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അപ്പൊ എന്റെ അമ്മ കോളേജിൽ ചേർക്കാൻ തീരുമാനിച്ചു, ഡിഗ്രിക്ക്. അങ്ങനെ ഞാൻ എന്നെ ഡിഗ്രിക്ക് അപ്പൊ എല്ലാ കാര്യം അവരോട് പറഞ്ഞു കേട്ടോ. സാറിനോടൊക്കെ പറഞ്ഞു, ഹെഡ് മാഷിനോടൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. ഒക്കെ എല്ലാ കാര്യം പറഞ്ഞു. പിന്നെ ക്ലാസ്സിൽ ചെന്നപ്പോ എനിക്കെന്തോ ഈ പുക, നമ്മൾ തീ കത്തുമ്പോ ഒരു പുക ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ വെള്ളം പോകുമ്പോ എന്തോ ഒരു ഇതുണ്ടല്ലോ, മങ്ങലുണ്ടാവില്ല, ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അതേപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബോർഡ് നമുക്ക് നോക്കുമ്പോഴും പഠിക്കാൻ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല. എനിക്ക് എന്തോ എന്റെ മനസ്സിന് ശരിയല്ലാത്ത പോലെ, എന്തോ എന്റെ തല ഇറങ്ങണ പോലെ, ഇങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ ഇതായി. സെക്കൻഡ് ഇയർ ഒക്കെ ഉണ്ട്, ഇതുണ്ട്. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു 2 മാസം കഴിഞ്ഞ്, ആഗസ്റ്റ് കഴിഞ്ഞ്, സെപ്റ്റംബർ കഴിഞ്ഞ്, ഒക്ടോബർ കഴിഞ്ഞ്, നവംബർ എത്തിയപ്പോൾ ആളെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അപ്പോ എനിക്ക് സങ്കടമൊക്കെ തോന്നിയിട്ടാണ്. ഇത്ര ഉള്ളു അല്ലേ നമ്മള്. കാരണം ഞാനും വിചാരിച്ചിരുന്നത് അസുഖം മാറട്ടെ എന്ന് വിചാരിച്ചത്. അപ്പൊ അസുഖം മാറണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എത്ര പെട്ടെന്ന് ആൾ കല്യാണമൊക്കെ കാരണം കഴിയില്ല. അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുണ്ടായ ഒരാൾക്ക് പെട്ടെന്ന് ഒരു കല്യാണം ശരിയാവില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇതാവാൻ പാടില്ലല്ലോ. കാരണം ഇതൊക്കെ അസുഖം മാറിയിട്ടല്ല നമ്മൾ നോക്കുള്ളൂ. പെട്ടെന്ന് ആളെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ അവരോട്, ആ ഫാമിലിനോട് പറഞ്ഞാണ്ടാണോ പറഞ്ഞിട്ടില്ലാതെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് ചോദിക്കാനും പറ്റില്ല, അറിയാനും പറ്റില്ല. എല്ലാം പറഞ്ഞിട്ട് തന്നെയാണോ ഒന്നും എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞു. ഞാൻ ഡിഗ്രിക്ക് പോകുന്നുണ്ട്. പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് ആള് ഗൾഫ് പോയതും ഞാൻ അറിഞ്ഞു. അതൊക്കെ നമ്മൾ അറിയാലോ, ഒക്കെ അറിയും. ഗൾഫ് പോയിട്ട് ആ മാസം ഡിസംബറിലായിട്ട്, നവംബർ ഡിസംബർ എന്ന് വെച്ചാൽ ആളെ കല്യാണം കഴിഞ്ഞ 1 മാസമായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഹായ്, എല്ലാത്തിനും മാപ്പ്, സോറി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല. സോറി ചെയ്തതിനൊക്കെ സോറി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. മൈൻഡ് ചെയ്തില്ല. ഞാനത് ബ്ലോക്കാക്കി. ആ നമ്പർ ഡിലീറ്റ് ആക്കി. നമ്പർ വെച്ചാൽ ആ ഐഡിയെ ഞാൻ ബ്ലോക്കാക്കി. പിന്നെ വേറൊരു ഐഡി ഉണ്ടാക്കിക്കാണ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. ഞാൻ അത് ഉണ്ടാക്കി കേട്ടോ. കാരണം എനിക്ക് എഴുതിയാൽ ഇങ്ങനെ എഴുതണം. എനിക്ക് എഴുതിയാൽ എന്റെ മനസ്സിലത്തെ കുറേ കാര്യങ്ങൾ പോയി കിട്ടും. എന്റെ മൈൻഡ് ഓക്കെ ആവും. എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തിയാൽ മൈൻഡ് ഓക്കെ ആവും. അപ്പോൾ കാരണം എനിക്ക് ഈ ചാരിറ്റി ഇതൊക്കെ ഭയങ്കര ഇതാണ്. ചാരിറ്റിക്ക് ഹെൽപ്പിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഏറ്റവും തോന്നിയ കാര്യം ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെ പൈസ കൊടുത്തിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി. കുറെ എന്റെ മൈൻഡ് ഓക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്ക് കൂടെ ഒക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് പൈസ ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ മനസ്സ് ഏകദേശം ഓക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ മെസ്സേജ് വരുന്നത്. ഫേസ്ബുക്കിൽ പിന്നെയും വന്നു, സോറി, ഹായ് സോറി. ഇങ്ങനെ ഒരു മനുഷ്യന് ഇത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതൊക്കെ ഞാൻ ആ ഇതിൽ തന്നെ മോചിപ്പിച്ചിട്ടില്ല. അതും വേറൊരു കുട്ടീനെ കല്യാണം കഴിച്ച് ആ കുട്ടിക്ക് പ്രഗ്നന്റും ആയി. 15 ദിവസം കൊണ്ട് ആ കുട്ടി പ്രഗ്നന്റും ആയി. എന്നിട്ടാണ് ഈ മെസ്സേജ് വരുന്നത്, എല്ലാത്തിനും മാപ്പ്. ഈ എന്റെ കൂടെ ഉണ്ടായതിന്റെ 2 കൊല്ലാണ് എന്റെ മനസ്സിലുള്ളത്. എനിക്ക് എന്റെ ഓർമ്മയാണ് വരുന്നത്. ഇതാണ് അയച്ചത്. പ്രൂഫൊക്കെ ഉണ്ടായിരുന്നു എന്റെ കയ്യില്.
കുറെ എണ്ണത്തിന്റെ പ്രൂഫിന്റെ അടുത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത് അതാണ് എന്റെ മനസ്സിൽ. ഒന്നും ഞാൻ ചെയ്തില്ല, ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം ഈ ഒരു മെസ്സേജ് വരുമ്പോഴൊക്കെ എന്തല്ല, നമ്മൾ പാസ്റ്റിക്ക് ഓർക്കാനുള്ള ചാൻസ് കൂടുകയാണ്, നമ്മളെ സങ്കടത്തിലുള്ള ഇത് കൂട്ടി കൂട്ടി വരികയാണ്. ഞാൻ ഒരു മെയിൻറ്റ് ഞാൻ ചെയ്തില്ല. ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മെസ്സേജ് പിന്നെ വരാൻ തുടങ്ങി, ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് എന്നോട് ദേഷ്യമാണോ അതാണ് ഇതാണ്, ഹായ് ഹായ് ഇതന്നെ. പിന്നെ ഇത് കൈ കെട്ടു. ഡിസംബർ കഴിഞ്ഞു, ജനുവരി ആയപ്പോ മെസ്സേജ് വന്നുകൊടുക്കുന്നുണ്ട്. ജനുവരി ആയി, ഫെബ്രുവരി ആയി, മാർച്ചായി, അവള് പ്രഗ്നന്റ് ആയി 8 മാസം, അങ്ങനെ കാവലെടുക്കും, മാസം കൂടുതൽ എടുക്കും. കുട്ടി ജനിച്ചു, അവള് പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ഞാൻ അറിഞ്ഞു. ഇതൊക്കെ അവളും കാണുന്നുണ്ടാവും, ഞാൻ ഈ പറയുന്ന വീഡിയോസ് ഒക്കെ അവളും ചിലപ്പോൾ കാണുന്നുണ്ടാവും, എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല, അവളും കാണുന്നുണ്ടാവും. പിന്നെ എനിക്ക് മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്കൊരു ഭാര്യയില്ലേ, അവളെ നല്ലത് നോക്കുക. ഇതിന് മുമ്പ് അങ്ങനെ മെസ്സേജ് വന്നപ്പോ എനിക്ക് മനസ്സിലായി ആളെ മനസ്സിലെന്താണ്. കാരണം ആള് റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. ഞാൻ എന്തേനു ആളെ ജീവിതത്തിൽ, എനിക്കുള്ള സ്ഥാനം എന്തേനു, എനിക്ക് ആളുള്ള സ്നേഹം എന്തേനു, എന്റെ സ്ഥാനം എന്തേനു. ഞാന് ആൾക്ക് ഞാൻ പറഞ്ഞില്ല, വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ വാക്കുകൊണ്ടും വേദനിപ്പിച്ചിട്ടില്ല, പ്രവൃത്തിയോടും വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. എന്തേനു എന്നുള്ളത് ആള് മനസ്സിലാക്കാൻ തുടങ്ങി. അതാവാം ആ മെസ്സേജിന്റെ അർത്ഥം. അപ്പോ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്കൊരു ഭാര്യയില്ലേ, അവളെ പൊന്നു പോലെ നോക്കുക. എന്നോട് ചെയ്തത് ഓളോട് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്കൊരു കുട്ടിയില്ലേ, ആ കുട്ടീനെ നിങ്ങൾ നോക്കുക. എന്റെ കുട്ടീനോട് ചെയ്തതൊന്നും ഇവനോട് ചെയ്തതൊന്നും അവളോട് ചെയ്യരുത്, ആ കുട്ടീനോട് ചെയ്യരുത്. അവരെ നോക്കുക, എന്നെ മറക്കണം. ഞാൻ പറഞ്ഞു, ഇന്നെ ഓർക്കേ ചെയ്യരുത്, മറക്കണം പറഞ്ഞു. അങ്ങനെ പിന്നെ വർഷങ്ങൾ പോയി. 2019 കഴിഞ്ഞ് 19ആയി, 20ആയി, മെസ്സേജ് വന്നുകൊണ്ടിട്ടുണ്ട്. അങ്ങനെ 21 ആയപ്പോ മെസ്സേജ് വന്നു. അപ്പൊ മെസ്സേജിലുണ്ട്, എനിക്ക് വേറെ കല്യാണം കഴിച്ചൂടെ, ഈ വേറെ കല്യാണം കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. കഴിക്കുന്നുണ്ടോ, കുട്ടീനെ എനിക്ക് തന്നൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ജീവൻ കൊടുക്കുന്നത്, കുട്ടീനെ രക്ഷിച്ചത് വെച്ചാല്. നിങ്ങളെ കൂടെ ഉണ്ടായപ്പോ നിങ്ങൾ നോക്കിയില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടാന്നത് വെച്ചാൽ. നിങ്ങൾക്കൊരു മോളില്ലേ, ഓള് മാത്രം മതി നിങ്ങൾക്ക്. മോനെ ഓർക്കണ്ട, ഇനി ഓർക്കണ്ട. ഉള്ള പോലെ ഞാൻ പറഞ്ഞിട്ടാ. കാരണം എനിക്ക് ഈ വെറുപ്പുണ്ട്, എന്റെ മനസ്സിൽ ഇങ്ങനെ വെറുപ്പ് വരുന്നുണ്ട്. ആ മറ്റേ അവീത കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വെറുപ്പ് ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും ഒരു മാറ്റില്ല. ഇപ്പോഴും എനിക്ക് ആ മനസ്സിൽ ദേഷ്യം ഉണ്ടാവും. ഒരിക്കലും എനിക്ക് പുറത്ത് കൊടുക്കാൻ എന്നെ കൂടെ കഴിയൂല. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ പിന്നെ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി, ഹായ് ഫുൾ. അപ്പൊ എങ്ങനെ ബ്ലോക്ക് ആക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നത്. ഒരാളെ പേടിച്ചിട്ട് എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊന്നും ആള് മെസ്സേജ് ഒക്കെ വിചാരിച്ചാൽ അതൊന്ന് ഡിലീറ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്റെ മൈൻഡ് ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ എനിക്കിത് വേണം. കാരണം ഞാൻ ഇതിലാണ് ടെക്സ്റ്റ് ചെയ്യുക, എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇതാക്കുക. കാരണം എന്റെ നമുക്ക് ഓർക്കാതിരിക്കുമല്ലോ, ഓർക്കുമ്പോഴല്ലേ നമുക്ക് വിഷമം വരും. ഇപ്പോഴും കണ്ടിട്ട് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരിക. 2 മിനിറ്റ് ഓർത്താ അപ്പന്റെ കണ്ണ് നിറയും. അപ്പൊ ഞാന് ഇതിപ്പോ ഞാൻ പറയുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ തുറക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് തുറക്കുന്നുണ്ട്, ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ ഇത് ഫുള്ള് പറഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ അതാ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഷൂട്ടയിലൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഒരു കരച്ചിലുണ്ടാവും. അപ്പം ഞാൻ അത്ര പറഞ്ഞു. അങ്ങനെ 2021 കഴിഞ്ഞ് 2022ആയി, മെസ്സേജ് എന്നോടുക്കുന്നുണ്ട്. ഞാൻ അവർക്ക് എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്റെ മനസ്സൊക്കെ പറയുന്നത്. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്നാലും അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഇത് കഴിഞ്ഞു. 2023ആയി. അപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നു, അവളെ മെസ്സേജ്. ആരും അവന്റെ ഭാര്യന്റെ മെസ്സേജ്. ഇൻസ്റ്റാഗ്രാമിലാണ് അവൾ അയച്ചത്. അപ്പൊ അവൾ അയച്ചപ്പം സുഖാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സുഖാണ്, കുഴപ്പമില്ല, അല്ലെങ്കില്ല സുഖാണില്ല. അപ്പൊ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയ സമയം ഉണ്ടായിരുന്നു. കാരണം എല്ലാം വിറ്റു. കാതിലെ കമ്മലടക്കം എന്റെ ഒപ്പം വിറ്റു. 1 ഗ്രാം പോലും വെക്കാതെ, എന്റെ ലൈഫ് നോക്കാതെ, എന്റെ പഠിപ്പ് നോക്കാതെ ഒക്കെ വിറ്റു, ഫുള്ള് വിറ്റു. പിന്നെ എന്റെ ഉപ്പാക്കിന് വേണ്ടാതായി. ഉമ്മ എന്താണോ ചെയ്തത്, പിന്നെ ഉമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ടാവേ, അറിയില്ല ഉമ്മ എന്താ ചെയ്തെന്നൊക്കെ അറിയില്ല. പക്ഷെ ഉപ്പന്നെ വെറുത്തു. ഉപ്പാക്കിന് വേണ്ടാതായി തന്നെ ഞാൻ പറയും, വേണ്ടാതായി ഉപ്പാക്ക്. ഒക്കെ വിറ്റു. ഇനി ഇവളെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് കണ്ടു. ഇനി കുട്ടീന്റെ മേത്തത്, ഞാൻ കോളേജിൽ പോയ സമയത്തിൽ കട്ടറേറ്റൊക്കെ മുറിച്ചിട്ട് എന്റെ മേത്തുള്ള 5 പവനോളം അവനുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാക്കിയത് 1 പവനുണ്ടായിരുന്നു, ബാക്കി 4 പവനുണ്ട്. എല്ലാവരും ചെറുപ്പത്തിലിട്ടതും ഒക്കെ ഉണ്ടായി. അവിടുത്തെ ഉപ്പ ഉണ്ടാക്കിയതും അവിടുന്ന് ആള് ചെയിനും ഉപ്പ കാലുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉപ്പ എടുത്തിട്ട് മുറിച്ചിട്ട് ഉപ്പ വിറ്റു. അപ്പൊ ഞാൻ 0 പിന്നെ പ്രശ്നങ്ങളായി. പിന്നെ ഉപ്പാക്കിന് വേണ്ടത് എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കിയാണ്, എപ്പോഴും എന്നെ വേദനിപ്പിച്ചാണ്. അതിന് പിന്നെ തന്നെയാണ് അവസ്ഥ തന്നെയാണ്. അപ്പൊ ഒരിക്കൽ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഈ ഇപ്പൊ വട്ട 0 ആണ്, എല്ലാം ഞാൻ ഇപ്പൊ വിറ്റിട്ടുണ്ട്, ഈ ഇപ്പൊ വട്ട 0 ആണ് പറഞ്ഞു. പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോ ആണ് എന്നോട് കോളേജ് സെമസ്റ്റർ എക്സാമിന്റെ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഫീസ് ചോദിച്ചു. കാരണം ഫീസ് അടച്ചിട്ടില്ല, ഒരു എക്സാമിന്റെ ഫീസ് വേണം. ബാക്കിയൊക്കെ ഞാൻ അവിടുത്തെ ഇവിടുത്തെ ഒപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിർത്തിക്കാളാം, എനിക്ക് ഫീസ് ഒന്നും തരാല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കോവിഡ് വന്നു, ഒരു നശിച്ച കോവിഡ് ആയിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല.
പൈസ ഇല്ല കയ്യിൽ, വണ്ടിക്ക് കൊടുക്കാൻ പോലും പൈസ. കാരണം കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പ്രശ്നം തുടങ്ങി. കോവിഡ് ആയപ്പോൾ കോളേജൊക്കെ പോയിട്ട് 2 വർഷത്തേക്ക് ഓൺലൈനായി. അപ്പൊ നമുക്ക് എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് ക്ലാസ്സിന് കയറാൻ പറ്റൂ. എൻ്റെ ഡിഗ്രി പഠിക്കും അവിടെ മുടങ്ങി. ഡിഗ്രി അവിടെ നിർത്തി, ഡ്രോപ്പ് ഔട്ടായി. പിന്നെ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് അത്രയും എൻ്റെ ഉപ്പ എന്നെ ദ്രോഹിച്ചതാണ്. എന്നെ നന്നായിട്ട് ദ്രോഹിച്ചു. നന്നായിട്ടെന്ന് പറഞ്ഞാല് ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര ഡൗൺ ആയി. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥ. എൻ്റെ കുട്ടിക്ക് ഒരു വയ്യായി വന്നാൽ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവന് എപ്പോഴും അസുഖമാണ്. കാരണം അവന് ഈ അന്നത്തെ ആ ന്യൂമോണിയ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടി റീകവർ ആയിട്ട് വന്നിട്ടില്ല. പിന്നെ പനി വരും ഇങ്ങനെയൊക്കെ ആയിട്ട്. അവനെ കൊണ്ട് കുറേ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. കുറേ കടം വാങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്തും എനിക്ക് അറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ വീട്ടി, ഇനിയും വീട്ടാനുണ്ട്. അങ്ങനെ ഇവള് മെസ്സേജ് വരികയാണ്. ഈ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഉപ്പ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ ഇവളെ മെസ്സേജ് വരികയാണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നപ്പോൾ, ഹായ് താത്ത. താത്ത എന്നല്ല വിളിച്ചത്, അവൻ എന്നെക്കാട്ടി മൂത്തതാണ്, ഒരു വയസ്സിനായിട്ട് മൂത്താണ്. അപ്പോൾ എന്നോട് എന്താ സുഖാണെന്നൊക്കെ ചെയ്യുക, അല്ലെങ്കിലും സുഖമാണ്, എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അവള് വോയിസ് അയച്ചാണ്ട് പറഞ്ഞു, എന്താ താത്ത വരുമോ, ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. നിങ്ങളെ വേണമെന്ന് പറയുന്നുണ്ട്, നിങ്ങളില്ലാതെ പറ്റൂല എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിനോട്. വരുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചു. നിങ്ങളെ വേണമെന്നാ പറഞ്ഞിട്ട് വീടൊക്കെ ഉണ്ടാക്കി തരാന്ന് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. ഞാൻ അവളോട് മറുപടി ഒന്നും പറയാൻ പോയില്ല കേട്ടോ. കാരണം ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ എന്താണോ അനുഭവിച്ചത് അതന്നെയാണ് ആ പെൺകുട്ടി അനുഭവിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനിയിപ്പോ എത്ര അവർ സുഖത്തിലാണ് സന്തോഷത്തിലാണെന്ന് പറഞ്ഞാലും ഒരു നോർമൽ അല്ലാത്ത ഒരാളെ കൂടെ ഒരു പെൺകുട്ടി ജീവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഉണ്ടായ സമയത്ത് തേച്ച് പെണ്ണീന് അവർക്ക് വലുത് ഞാനല്ലേലും. ഇതൊക്കെ അവർ കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ അവർ കേൾക്കുന്നുണ്ടാവും. ഇത് അവരെ കുടുംബം അറിഞ്ഞാണ്ടാണോ അറിയാതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ തിരിച്ചു വരും ആള് എനിക്ക് സമാധാനം തരുന്നില്ല എന്ന് വെച്ചാൽ ആള് ഒരു ഇത് തരുന്നില്ല അങ്ങനെ പറയുന്നുണ്ട്. ആളിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു സമാധാനം ഇല്ല, തരുന്നില്ല. ഇത് ഈ വോയിസ് ഉണ്ടല്ലോ, അവൾ പറഞ്ഞ വോയിസ് ഞാൻ എൻ്റെ ഉമ്മക്ക് എത്തിച്ചു കൊടുത്തതാ. അതുകൊണ്ട് കുറെ പേർക്ക് അറിയാം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ. ഞാൻ അതെ, അതുകൊണ്ട് കള്ളാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് കള്ളാണെന്ന് ഒരു വരി പോലും കള്ളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഞാൻ അവരോടും പറഞ്ഞ കാര്യങ്ങളാണ്, എൻ്റെ വീട്ടുകാരോടും പറഞ്ഞ. എൻ്റെ വീട്ടിലത്തെ ഉപ്പാക്കൊന്നും അറിയാത്തുണ്ടാവുള്ളൂ, വേറെ ആൾക്കാരുണ്ടല്ലോ. കാരണം അത് അറിഞ്ഞിട്ട് കാര്യമില്ല, ഞാനല്ലേ ഒറ്റക്കുള്ളത്. അവന് പാർട്ട്ണറും ഒക്കെ ഉണ്ടല്ലോ, ആൾ കല്യാണം കഴിച്ചതാണല്ലോ. എന്റെ വീട്ടിലല്ലേ കുറ്റം വരുള്ളൂ. എപ്പോഴും പെണ്ണാണ് തെറ്റുകാരി. അപ്പൊ ഈ വോയിസ് അവള് പറഞ്ഞു, ഇങ്ങനെ വരുവോ, തിരിച്ചു വരുവോ, വീടുണ്ടാക്കി തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല കേട്ടോ, ആളോട് ഞാൻ മെസ്സേജ് അയച്ചാണ് പറഞ്ഞത്. ആളെ ഇൻസ്റ്റാഗ്രാമൊക്കെ തപ്പി പിടിച്ചാണ് ഞാൻ കണ്ടെത്തിന് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഭാര്യയില്ലേ, ഒരു കുട്ടിയില്ലേ, അവരെ നോക്ക്, എന്നോട് ചെയ്ത് അവരോട് ചെയ്യല്ലേ. എനിക്ക് അവളോട് ഓരോന്ന് പറഞ്ഞോണ്ട് അവളെ മനസ്സിലായിരുന്നു ചോദിക്കുന്നു അവളോട്. പക്ഷെ ഞാൻ ഒന്നും ചെയ്യാത്ത എന്തുകൊണ്ടറിയാം, ഒരു പെണ്ണാണ്. ആ പെണ്ണിന്റെ മനസ്സിന്റെ വേദന എത്രയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തപ്പോ എന്റെ മനസ്സ് എത്രയോ വേദനിച്ചിരുന്നു, അതന്നെ ആ കുട്ടിക്കും ഉണ്ടാവുക. അവളെ മനസ്സിൽ വേദനിക്കും. ഞാനൊരു പെണ്ണാണ്, ആ ഫീലിംഗ് എനിക്കുണ്ട്. ഓനോട് ഞാൻ പറഞ്ഞു, ഭയങ്കര ദേഷ്യത്തിലാണ് ഞാൻ പറയുന്നത്, ഓളെ നോക്കണം, ഇന്നെ മറന്നേക്ക്, തിരിച്ചു വിളിച്ചാലൊന്നും ഇന്നെ നിൽക്കണ്ട, മറന്നേക്ക്, ഓളെ നോക്കിക്കോളി, ഓളാണ് നിങ്ങളെ ജീവിതം. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിട്ട് അന്ന് നിങ്ങൾക്ക് തന്നെ വേണ്ടതിനല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ അവളായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായില്ല. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആരായിട്ടും ഉണ്ടായില്ല ആ ഫാമിലി. അതിന് ചിലരൊക്കെ ആളെ ഫ്രണ്ട്സ് പറഞ്ഞാൽ അത്രയും അടുപ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ, ഇന്നെ അറിയുന്ന ആൾക്കാരൊക്കെ, അവർക്ക് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പൊ ഞങ്ങളൊന്നും അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഉണ്ടാവാൻ സമയക്കൂലേന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എന്നെക്കാട്ടിലും ഭംഗിയുള്ള പെൺകുട്ടീനെ കെട്ടാനായില്ല. എന്നെക്കാട്ടിലും ഭംഗിയുള്ള പെൺകുട്ടീനെ കെട്ടാനായി. പിന്നെന്താ പ്രശ്നം? അത്രയല്ലേ എന്നെ വേണ്ടിയത്? എന്നെക്കാട് സുന്ദരിയായി പോകണമെങ്കിൽ ഒരു പെൺകുട്ടീനെ വേണമെങ്കിൽ അത് കെട്ടിയില്ലേ. പിന്നെ നമ്മളാവശ്യമില്ലല്ലോ. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല കേട്ടോ. അതൊക്കെ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും അത് സാരമില്ല, ഒരു വിധിയാണ്, പഠിച്ചതിന്റെ വിധി അങ്ങനെയാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ തന്നിട്ട് ഇപ്പോഴും ഞാൻ അവളെ കുറിച്ച് ചിന്തിക്കണം. അവൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഇത് അവൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവളോട് അതേ പറയാനുള്ളൂ, സന്തോഷമായിട്ട് ജീവിക്കുക. എന്റെ അനുഭവങ്ങൾ ഒരിക്കലും അവൾക്ക് ഉണ്ടാവരുത്, ഓൾക്ക് ഉണ്ടാവരുത്. ഞാൻ അനുഭവിച്ചതും ഞാൻ ഇതായതും എൻ്റെ മോൻ അനുഭവിച്ചതും ഒന്നും അവൾക്ക് ഉണ്ടാവരുത്. ഇത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അല്ലാതെ അവളെ സ്ഥാനം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവളെ ജീവിതം ഷെയർ ചെയ്യുക, അങ്ങനെയൊന്നും എനിക്ക് വേണ്ട. ആര് ജീവിതം ഷെയർ ചെയ്ത ഒന്നും എനിക്ക് വേണ്ട. അവളുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം, അത്രയേ ഉള്ളൂ. അവളെ കുടുംബമായിട്ട് അവൾ ജീവിക്കണം.
ഞാൻ അനുഭവിച്ചൊന്നും അവൾ അനുഭവിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു തട്ടിയെടുക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇനിയുമില്ല, മുന്നോട്ടുമില്ല, ഒന്നുമില്ല. എത്ര കാലം നമ്മൾ അങ്ങനെ ജീവിച്ചാലും ഒരിക്കലും അത് ഉണ്ടാവരുതെന്നാണ് പഠിച്ചതിനോടുള്ള ഒരിത്. വേണ്ട, എന്തിനാണത്? ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാത്ത ഞാൻ അത്രയും വേദനിപ്പിച്ചില്ലേ? വാക്കുകൊണ്ട് ചിലപ്പോ പറഞ്ഞില്ല അവിഹിതത്തിന്റെ കഥ പറഞ്ഞോന്ന്. അവിഹിതം ഈ അവിഹിതം പറഞ്ഞുണ്ടാക്കിയ പെൺകുട്ടി ആരെങ്കിലും തിരിച്ചു കാണുമെന്ന് പറയാം? തിരിച്ചെടുക്കാൻ നോക്കുവോ? എനിക്ക് തോന്നുന്നില്ല. ഒരാണും ചെയ്യൂല. ഇപ്പൊ എന്റെ കെട്ടിയവന് അവിഹിതത്തിന് പോയി, വേറെ പെൺകുട്ടിനായിട്ട് പോയി, പിന്നെ ഓനെ എനിക്ക് തിരിച്ചു വേണം ഞാൻ ആഗ്രഹിക്കുമോ? ഒരാണ് അവന്റെ ഭാര്യ അങ്ങനെ അവിഹിതത്തിന് പോയി, അപ്പൊ അവളെ തിരിച്ചു വേണം, അവൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അവളെ നോക്കും, ഏതെങ്കിലും ആണ് തീരുമാനിക്കുമോ? നശിച്ചു പോയിക്കൂടെങ്കിൽ തലയിൽ ഒഴിഞ്ഞു പോയിക്കൂടുന്നു എന്നല്ല വിചാരിച്ചോളൂ. പക്ഷെ ഇത് തിരിച്ചാണ് വേണമെന്ന് പറയും. സമൂഹത്തിന്റെ മുമ്പിൽ എന്തായി? ആള് സോറി പറഞ്ഞതോ, എന്നോട് മാപ്പ് പറഞ്ഞതോ, ഇന്നെ തിരിച്ചു വിളിച്ചതോ, വീടുണ്ടാക്കി തരാൻ പറഞ്ഞതൊന്നും ആർക്കും അറിയില്ല. നാട്ടുകാർക്കാണെങ്കിലും ആർക്കും അറിയില്ല. ഇപ്പോഴും പറയണ എന്താ? നല്ലൊരു ചെക്കൻ ഇട്ടുകൊണ്ട് പോന്നു, പോന്നു, ഓളെ അഹങ്കാരാണ്, ഓളെ കഞ്ചേടാണ്, അതുകൊണ്ട് ഓള് പോന്നു. ഇത്രയല്ലേ പറയുന്നുള്ളൂ. സത്യാവസ്ഥ അവർക്ക് ആർക്കും അറിയില്ല. ഞാൻ ആരോട് പറയാനും പോയിട്ടില്ല തിരിച്ചു വിളിച്ച കാര്യം, ഇങ്ങനെ ഉണ്ടാക്കി തരാന്ന് പറ. ഒരു പെണ്ണ് എക്സ് ഭാര്യനോട്, എക്സ് വൈഫിനോട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, പ്രസന്റിൽ നിൽക്കണ ഒരു ഭാര്യ പാസ്റ്റിൽ നിന്ന ഭാര്യനോട് പറയണമെന്നുണ്ടെങ്കിൽ അവളെ മനസ്സിലോളം വേദനക്കുണ്ടാവും. എനിക്കറിയില്ല, ഉണ്ടാവും. അങ്ങനെ ഞാൻ ഓളോടും പറഞ്ഞു, ഇത് നിന്റെ ജീവിതമാണ്, എന്നെ മറന്നേക്ക്. ഇപ്പൊ ഞാൻ ഏകദേശം സമാധാനത്തിലാണ് നിൽക്കുന്നത്. ഫിനാൻഷ്യലി ഞാൻ ഓളോട് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാണ്, ഫിനാൻഷ്യലി ഞാൻ കുറച്ചുകൂടെ ഒരു ഇത് ആവാനുണ്ട്. കാരണം കുറെ ആഗ്രഹങ്ങളുണ്ട്, ഡ്രീമുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എന്റെ മോന് സോൾജിയർ ആവാനാണ് ആഗ്രഹം. നല്ലൊരു ആർമിക്കാരൻ ആവാനാണ് ആഗ്രഹം. അപ്പൊ അവന്റെ ഡ്രീം സക്സസ് ആക്കണം, അവനെ നന്നായിട്ട് പഠിപ്പിക്കണം, അതിനുള്ള ഒരു സ്രോതസ് ഞാൻ ഉണ്ടാക്കണം, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഇത്രയേ ഉള്ളൂ എന്റെ മനസ്സിൽ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കൊളാക്കണം, അല്ലെങ്കിൽ അവരെന്നിട്ട് അവരെ മനസ്സമാധാനം കളയണം, ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ മനസ്സിലില്ല. അവളുടെ ജീവിതമായി അവരന്വേഷിച്ചാലും ഇല്ലെങ്കിലും, അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അവൾ പോവാറില്ല. അവർക്ക് അന്വേഷിക്കാനും. അപ്പൊ എന്താ, മാരേജ് സർട്ടിഫിക്കറ്റിൽ എന്റെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലേ, സർട്ടിഫിക്കറ്റ് ഇല്ലായ്മ എന്നല്ല എഴുതിയിട്ടുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലായ്മ എന്ന് പറഞ്ഞാല് എന്റെ അടുത്ത് എനിക്ക് വേണ്ടാത്തത് ഞാൻ പോകും, ഇത്രയേ ഉള്ളൂ എന്റെ അർത്ഥം. സത്യാവസ്ഥ ഇല്ല അസുഖം. കാരണം ഇവര് ഇങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിലത്തെ മരുന്ന് കുടിച്ചിരുന്നു, മെന്റൽ പ്രോബ്ലം ഒന്നും ഇല്ല പേപ്പറില്. ആ ഒരു പേപ്പർ വെച്ചാണ്ട് തന്നെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അപ്പോ എന്നോട് പറഞ്ഞത് എന്റെ ഫാമിലി ഇതേപോലെ ഇന്നെ ചോദിച്ച പോലെ തന്നെയാണ് ഓരും ചോദിച്ചതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആയിക്കോട്ടെ, അവളെ ജീവിതമാണ്, അവൾ സന്തോഷമായിട്ട് ജീവിക്കണം, ഇത്രയേ ഉള്ളൂ എന്റെ മനസ്സിൽ മരണം വരെ. പിന്നെ പറഞ്ഞല്ല, എന്റെ കാരണം ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പഠിച്ചും കരയാനാണ് എനിക്ക് വിധിച്ചതെങ്കിൽ, മീൻസ് കരയാൻ ഇപ്പൊ കാരണമുള്ള വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വിഷമമില്ല. ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേറെ പോസ്റ്റ് ആക്കിയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലൈഫ് ഇത് ഇത്ര വരെയുള്ളൂ എന്റെ സ്റ്റോറി. ഇത്രേ ഉള്ളൂ. പിന്നുള്ള സ്റ്റോറി പറഞ്ഞാൽ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിന് ശേഷം, ഡിവോഴ്സിന് ശേഷം ഞാൻ എങ്ങനെയാണ് റിക്കവർ ആയി വന്നത്, അതേപോലെ എങ്ങനെ ഞാൻ ഇതൊക്കെ തരണം ചെയ്തത്, ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് തിരിച്ചു പിടിച്ചത് എന്ന് വെച്ചാല് മനസ്സിന്റെ ഒരു ഇത് തിരിച്ചു പിടിച്ചത്, എന്താ ഞാൻ ചെയ്തത്, ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതുള്ളൂ എന്റെ സ്റ്റോറി. പക്ഷെ മരണം വരെ മാപ്പ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എത്ര കഴിഞ്ഞാലും എന്നെ കൊണ്ട് കഴിയും. അത് എന്നെ കാട്ടിയതല്ല എനിക്ക് വിഷമമുള്ളത്, പക്ഷെ ഇങ്ങനൊരു എന്റെ വ്യക്തിത്വത്തെ മുറിവ് പറ്റിപ്പിച്ചതാണ് എനിക്ക് വിഷമം ഉണ്ടായത്. എന്റെ മോനെ കാട്ടിയത്. ഇത് രണ്ടും എനിക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു. എത്ര കാലം കഴിഞ്ഞാൽ എന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇപ്പൊ 2023 ആള് മെസ്സേജ് ചെയ്യാന്ന് പറയുന്നുണ്ട്, ഇത്ര വർഷമായിട്ടും എനിക്ക് ഇന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ, ദേഷ്യം മാറിയില്ലേ എന്ന്. എങ്ങനെയാ അത് മാറണേ? ദേഷ്യം മാറുമോ? നിങ്ങൾക്കാണെങ്കിലും മാറുമോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ദേഷ്യം മാറുമോ? ഇതിപ്പോ ഞാൻ ഇത്ര പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ കണ്ണ് നിറയുന്നുണ്ട്. കണ്ണ് നിറയുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്, അല്ലേ? ക്ഷമിക്കാനുള്ള എന്തെങ്കിലും അവർ ചെയ്തു വെച്ചിട്ടുണ്ടോ? സ്നേഹിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, വേദനിപ്പിച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ, എന്റെ സ്റ്റോറി ഇതുള്ളൂ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും എന്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ പറയാനുള്ളതും, ആരും സ്നേഹിക്കണ്ട. ഞാൻ പിന്നെ പോസ്റ്റ് ആക്കിയാണ് ഞാൻ ഇടാം, എങ്ങനെയാ റിക്കവർ ആയി വന്നത് എന്നുള്ളത് ഞാൻ പോസ്റ്റ് ആക്കിയാണ് ഇടാം. ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ സങ്കടങ്ങൾ, ഇങ്ങനെ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. എന്റെ ID അബൌട്ട് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. പെൺകുട്ടികളായിട്ടോ, പെണ്ണുങ്ങൾ മാത്രമാണ് ഉണ്ടാവും, വേറെ ആരോടും മിണ്ടാനും പറയാനൊന്നും താല്പര്യമില്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസം, കാരണം ഞാൻ അനുഭവിച്ച് അറിയാലോ. അപ്പൊ അത് റിക്കവർ ചെയ്യാനും ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ മോൻ വലുതായി, മോന് 9 വയസ്സാവാനായി. 8 വയസ്സുകൾ പേരൻ്റായിട്ട് ഞാൻ അവനെ നോക്കി. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞാൻ കുറേ കാര്യങ്ങൾ എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. സങ്കടമൊന്നും കൊടുക്കാതെ അവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച് ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള, ഇനി ദ്രോഹിക്കാതിരിക്കുക. തന്ന അനുഭവങ്ങളോ ധാരാളമുണ്ട്. അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇനി ദ്രോഹിക്കായിട്ടോ പേപ്പറിൽ ഒപ്പിട്ട് വന്നു. കുട്ടീനെ കാണുന്നു പറഞ്ഞാണ്ട് അവര് എന്റെ നാട്ടിൽ വന്നിട്ടാ. എന്നിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ടില്ല, കുറച്ച് താല്പര്യം. അവന് വന്നത് കത്തിയിട്ടിന് അരിയിൽ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിയില്ലല്ലോ, കുട്ടീനെ കാണാനില്ല. അപ്പൊ കുട്ടീനെ വന്ന് കുട്ടീനെ എടുത്തു. വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അമ്മമാരൊക്കെ ഉണ്ട്, അവിടുത്തെ അമ്മമാരും ഒക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടീനെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തി. കത്തി എടുത്തിട്ട് എനിക്കില്ലെങ്കിൽ ഓൾക്കും വേണ്ടാന്ന് പറഞ്ഞാണ്ട് ഭീഷണിപ്പെടുത്തി. ഓളിങ്ങനെ കൊല്ലും, കുട്ടീനെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ എൻ്റെ ആങ്ങള കുട്ടീനെ എടുക്കാൻ ചെന്ന സമയത്ത് എൻ്റെ ആങ്ങളിനെ അത് കുത്താൻ നിന്നു. അവന്റെ വയറിന് കുത്താൻ നിന്നു. എനിക്ക് ഉണ്ടായ കാര്യങ്ങളാ. കുത്താൻ ആ സമയത്ത് എൻ്റെ അമ്മ ഒരു 5 മിനിറ്റ് എൻ്റെ അമ്മ വൈകിക്കൂടെങ്കിൽ എൻ്റെ ആങ്ങള ഉണ്ടാവില്ലേന്, എൻ്റെ ഉമ്മ ഉണ്ടാവില്ലേന്. അപ്പൊ 5 മിനിറ്റ് എൻ്റെ അമ്മ വേഗം വന്നിട്ട് ഓൻ്റെ അടുത്ത് നിന്ന് കത്തി തെറിപ്പിച്ചിട്ട് പിടിച്ച് വാങ്ങിയിട്ട് ഇതാക്കുക ചെയ്തത്. ഓനെ തട്ടുക ചെയ്തത്. കൊണ്ടിട്ട് കണ്ട് എൻ്റെ കുട്ടീനെയും രക്ഷിച്ചു, എൻ്റെ ആങ്ങളിനെയും രക്ഷിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. പിന്നെ അത് ഇഷ്യൂസായി, പ്രശ്നങ്ങളായി, കേസായി, അങ്ങനെയൊക്കെ ആയി. പിന്നെ അവര് അങ്ങനെ എത്തിയപ്പോ പറഞ്ഞു, ഇനി കുട്ടീനെ കാണാൻ വരില്ലേ, അവിടെ ഇവിടെ വെച്ച് കൊണ്ട് വേണ്ട, ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് കുട്ടീനെ കണ്ടോളീന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിക്ക് 1 വയസ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെ കണ്ടോളീന്ന് പറഞ്ഞു, സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ അല്ല, കേസായപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞു. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ കുട്ടീനെ കാണാനാണ് പിന്നെയും വന്നു. സ്റ്റേഷനിൽ കിട്ടപ്പെടുന്ന കുട്ടീനെ കൊണ്ടുപോയി. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇമ്മ കുട്ടിക്ക് പൊടി കൊടുക്കാൻ നിന്നേല, എന്തോ ഒരു പൊടി, മന്ത്രിച്ച പൊടി കുട്ടിക്ക് കൊടുക്കാൻ നിന്നു. അതെൻ്റെ ഉമ്മ കണ്ടു. എൻ്റെ ഉമ്മ കണ്ടപ്പോൾ എൻ്റെ ഉമ്മ അത് തട്ടിത്തെറിപ്പിച്ചു. ആളെ എത്തുന്നു ഉമ്മാൻ്റെ അടുത്തുനിന്ന് ആ പൊടി തട്ടിത്തെറിപ്പിച്ചു. സെയിമായിട്ട് കുട്ടിക്ക് കൊടുക്കാൻ നിന്നപ്പോൾ തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് പിടിച്ചു വാങ്ങി. അവിടുന്ന് ഒരു കരാറുണ്ടാക്കി, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. കുട്ടീനെ 18 വയസ്സ് വരെ കുട്ടീനെ കാണാനോ കുട്ടീനോട് സംസാരിക്കാനോ കോള് ചെയ്യാൻ പോലുള്ള അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റേഷനിൽ നിന്ന് ഉണ്ടാക്കി. സ്റ്റേഷനിൽ നിന്ന് ഒരു ഇതുണ്ടാക്കി. പിന്നെ അവര് വന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ വന്നില്ല. പിന്നെ അത് ഉണ്ടാക്കിയതിനു ശേഷം വന്നില്ല. കാരണം അതിന് ശേഷം പിന്നെ എൻ്റെ കുട്ടി പേടിച്ചപ്പോൾ പിന്നെ ഞാനും മിമ്പാടി കുട്ടീനായിട്ട് മണ്ടി നടക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി തുടങ്ങി. കുട്ടീനെ മാറ്റണ്ടേ, കാരണം അങ്ങനെ ആയതിനു ശേഷമാണ് എനിക്ക് ന്യൂമോണിയ വന്നത്. ഞങ്ങൾ മാറ്റി. അങ്ങനെ മോന് ഓക്കെ ആയി. ഇപ്പാൻ എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല, കാരണം ഇപ്പാന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആയി. ഇപ്പന്നെ കാട്ടാൻ തുടങ്ങി. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുത്തത് പിന്നെ ഇന്നെയായി. ഒരു ദ്രോഹം ഞാൻ അത് ചെയ്തിട്ടില്ല. കാരണം കാതിലെ എയറിംഗ് പോലും കൊടുത്തിട്ട് ഒക്കെ ഞാൻ കൊടുത്തതാ. ഞാൻ കൊടുത്തിട്ട് ലാസ്റ്റ് എൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ വെറുത്തു. അപ്പൊ എന്നോടായി വെറുപ്പ്. അത് കാക്കി തീർത്തതാണ്. അതൊന്നും ഞാൻ അധികം പറയുന്നില്ല, കാരണം കുട്ടിക്ക് പൊടി എടുത്തപ്പോൾ തന്നെ മനസ്സിലായില്ല എന്താവും ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവർ വന്നില്ല. പിന്നെ മോനെ അങ്ങനെ കുറെ വർഷം കഴിഞ്ഞ് സ്കൂൾക്ക് വന്നു. മോനെ സ്കൂൾക്ക് കാണാൻ വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ സ്കൂൾക്ക് വന്നപ്പോൾ ഫോട്ടോ എടുത്താൽ മതി, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട ഒന്ന്. അല്ലാതെ കുട്ടിന്റെ ഒരു കാര്യം നോക്കണം അതൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. വേണ്ട, നീ സമ്മതിക്കൂലായിരുന്നു. അങ്ങനെ സ്കൂൾക്ക് വന്നു. സ്കൂൾക്ക് വന്നപ്പോൾ അവർ കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് വിളിക്കുന്നത് അങ്ങനെ. പിന്നെ അവന് ഒന്ന് കഴിഞ്ഞ് UKG എത്തിയപ്പോഴാണ് മറ്റൊന്നല്ല കാണിച്ചു അവകാശം നിഷേധിക്കാന്ന് പറയുന്നത് ജനിപ്പിച്ചതന്നെയാണ്. അത് NPCന്റെ പേരിലാണ് അവീതത്തിന് വരെ ഉണ്ടാക്കി. അവീതക്കഥയിൽ എന്നെ കുടുക്കി. സ്വന്തം മോനെ കാട്ടി, എന്റെ മോനെ എറിഞ്ഞു കൊല്ലാൻ നിന്നു അല്ലേ. ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴും അവൻ സേഫ് അല്ല. അവനെ ഞാനവിടെ കൊടുത്താലും അവൻ സേഫ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അങ്ങനെ 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കാണാൻ നിന്നപ്പോ അവര് വന്നപ്പോ എന്നോട് അപ്പൊ എന്നെ വിളിച്ചിട്ടോ, സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെന്നു. അപ്പൊ സ്കൂളിൽ നിന്ന് അവര് എന്നെ കണ്ടപ്പോ പറഞ്ഞു, എന്നോട് പറഞ്ഞു എന്റെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. കാണാനുള്ള അവകാശം ഇല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ആണോ, നിങ്ങളെ കുട്ടി തന്നെയാണോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ചോദിച്ചു. അല്ലേന്ന് ചോദിച്ചു. ഞാൻ കോടതിയിൽ പോകുന്നു പറഞ്ഞു. പോയിക്കോ,
എനിക്ക് കുഴപ്പമില്ല, പോയിക്കോ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യനെ ഞാൻ അത്രയും തോനെ വെറുത്തു. ഓർക്കാൻ ആളെ മുഖം കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ്. പോയിക്കോ, കോടതിയിൽ പോയിക്കോ. ഞാൻ വന്നു അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. എന്നോട് പറഞ്ഞു എന്റെ കുട്ടീനെ കാണിച്ചു കൊടുക്കാത്ത പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാരണം ഉണ്ടായിട്ടുണ്ട്. പോലീസ് തന്നെ വിളിച്ചത്. കാരണം ഉണ്ടായിട്ടാണ്. എന്താ കാരണം ചോദിച്ചു. ഉള്ള ഞാൻ കുറച്ച് ഇതിൽ ചുരുക്കിക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തു. കുട്ടീനോട് ചെയ്തു കേട്ടെ അവിടെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് കോടതിയിൽ പോകുന്നുണ്ടാവുന്നു. പോയിക്കോട്ടെ, ഞാനും കോടതി പോയിക്കൊണ്ട് ധൈര്യത്തോടെ നിൽക്കണം. കാരണം എനിക്ക് എന്റെ കുട്ടീന്റെ ജീവൻ വെച്ചാണെങ്കിൽ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇത്രയും കാലം ജീവിച്ചതിന്റെ മോന് വേണ്ടിയിട്ടാ, പഠിച്ചതിന് വേണ്ടിയിട്ടാണ്, മോനെ കണ്ടിട്ടാണ്, മോന്റെ ലൈഫ് സേഫ് ആക്കണമെന്ന് കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ ഞാന് പോയിക്കോട്ടെ, ഞാൻ കോടതി വരാം, ഞാൻ പറയും. അവര് കോടതി പിന്നെ ഒരു ഇതൊന്നും കേട്ടില്ല. കേൾക്കും വേണ്ട, എനിക്ക് അത്രേ പറയാം. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ പറയാം, ഇനി എന്നെ ദ്രോഹിക്കാൻ നിൽക്കരുത്. എന്നെ മാത്രമല്ല എന്റെ മോനെ ദ്രോഹിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. ഇത്രയും കാലം ദ്രോഹിച്ചു, ഇനി ദ്രോഹിച്ചു. അപ്പൊ ഇനിയുള്ള പെൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, 3 കാര്യം എനിക്ക് പറയാനുള്ളൂ. പഠിക്കുക, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കുക, ഡിഗ്രി. നിങ്ങൾ ഡിഗ്രി എടുക്കുക. ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പോയിട്ടാ. അങ്ങനെ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് തന്നെയാണ് പോയത്. കിട്ടുന്ന ജോലിക്ക് ഞാൻ പോവും. അത് ചെറുതാണോ വലുതാണോ നോക്കാതെ ഞാൻ ജോലിക്ക് പോവും. കാരണം എനിക്ക് ഫിനാൻഷ്യലി ഒരു ഇതില്ലല്ലോ, ഒരു ഇതില്ല, സോഴ്സ് ഇല്ല. അപ്പൊ എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ജോലിക്ക് പോകും. പഠിപ്പ് അവിടെ നിർത്തി. കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഏകദേശം അതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി. ഡിഗ്രി പിന്നെ ഓപ്പൺ ആക്കണം, ഡിഗ്രി ഇനിയും പഠിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്ക് ഉണ്ടായില്ല. കാരണം മോന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തൊന്നുമില്ല. പക്ഷെ ഞാനതൊക്കെ ആലോചിക്കണം. മറ്റേ ഷെസ്മി എന്നുള്ള കുട്ടി ഉണ്ടല്ലോ, ഷെസ്മി എന്നിറോ അങ്ങനെ എന്തൊരു മോളുണ്ടല്ലോ, 3 മക്കളെ കൊണ്ട് അവൾ കഷ്ടപ്പെട്ടു. അവളെ ഫുള്ള് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ ഇരുത്തില് അവള് പറഞ്ഞ ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് തൊട്ട്. അപ്പോൾ ഇതൊക്കെ ആവും. അപ്പൊ ഇത്ര ഒന്നും ഇല്ലല്ലോ എനിക്ക്, മാത്രമല്ലേ ഉള്ളൂ. അവൾ എന്തൊക്കെ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവളെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യും. അവള് പറയണൊക്കെ ഷെയർ ചെയ്യും. കാരണം എന്നെ കൊണ്ട് അങ്ങനെയൊക്കെയല്ലേ കഴിയുള്ളൂ, സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ അവളെ വീഡിയോ എടുത്തുകൊണ്ട് വാട്സപ്പിലാണെങ്കിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. കുറെ പേർക്ക് എത്തിക്കാൻ നോക്കും. അവള് പറയണൊക്കെ വീഡിയോ ഒക്കെ അവളെ വീഡിയോസ് എത്തിക്കാൻ നോക്കും. എനിക്ക് അങ്ങനെയല്ലേ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ കാരണം 3 മക്കളുണ്ട്. ഒരാളായിട്ട് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 3 മക്കളായിട്ട് അവൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും, എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. സ്റ്റോറി രണ്ടാളും ഒരേപോലെ തന്നെയാണ് ഏകദേശം. അപ്പോൾ ഞാന് അവളെ വീഡിയോസ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്യും. അതേപോലെ പെൺകുട്ടികളെ വീഡിയോസ് ഒക്കെ ഒറ്റക്കായ പെൺകുട്ടികളുണ്ട്, അവോയ്ഡ് ചെയ്യപ്പെട്ട് സൂസൈഡ് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന കുട്ടികളുണ്ട്. സൂസൈഡ് ചെയ്തവരെ നമുക്കൊന്നും പറയാറില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം നോക്കണം. അപ്പൊ എന്റെ ഈ പ്രശ്നത്തിന് ശേഷം ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ തെരഞ്ഞു പിടിച്ചു കാരണം അത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് അത് എത്തിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. കുറെ പെൺകുട്ടികളെ സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട്. കുറെ പെൺകുട്ടികൾ അനുഭവിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരാളെ കഥകൾ പോലും ഞാൻ കേൾക്കാൻ നിന്നിട്ടില്ല. അപ്പൊ എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാൻ മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവളെ ലൈഫ് കണ്ടപ്പോഴാണ് ഇതേക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര ഇല്ല. 3 കുട്ടികളെ വെച്ച് കണ്ട് അവൾ കഷ്ടപ്പെട്ടില്ലേ. ഫസ്റ്റ് തൊട്ട് ഞാൻ അവളെ വീഡിയോ കണ്ടു. അപ്പൊ എനിക്ക് അതിൽ കുറെ വിഷമങ്ങളുണ്ട്. അച്ഛന് നല്ലത് കൊടുക്കും, ജീവിതം നല്ല രീതിയിലാവും. കാരണം ഞാൻ ജീവിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ അനുഭവിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ തെറ്റ് ചെയ്യണ്ട, നമ്മൾ പഠിച്ച നമുക്ക് തന്ന വിധിയാണിത്, അത് മാറും, ഒരിക്കൽ മാറും. ഒരിക്കൽ ഞാനാണെങ്കിലും രക്ഷപ്പെടും. എന്റെ മോനായിട്ട് ഞാൻ സന്തോഷമുള്ള ഒരു രീതിയിലെത്തും എന്നുള്ള പ്രതീക്ഷ. നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അനുഭവിച്ച ഒരു വേദന എന്റെ മോൻ അനുഭവിക്കരുത്, അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞനുഭവം പോലും ഉണ്ടാവരുത് ആർക്കും. ഫിനാൻഷ്യലി ആണെങ്കിലും അവന്റെ അടുത്ത് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഒരാൾ അവനെ വേദനിപ്പിക്കരുത്. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അവൻ നന്നായിട്ട് വളരണം. അവന്റെ ലൈഫാണ് ഇനി എന്റേത്. കാരണം അവനെങ്കിലും സന്തോഷമുണ്ട്. കാരണം ഇന്നെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പെട്ട എന്റെ മോനാണ്. എന്റെ മോൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് സ്നേഹം എന്താണ് കിട്ടാതെ എന്റെ മോൻ വളർന്നത്. ഇപ്പൊ അവന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്താന്ന് പോലും എന്റെ മോനെ അറിയില്ല. പരാതിയൊക്കെ ഉണ്ട്, എന്നോട് പരാതിയൊക്കെ പറയലുണ്ട്. ക്ലാസ്സിലെ കുട്ടികളെ എന്ത് കാണുമ്പോ എന്തിനാ അമ്മച്ചിയെ പഠിച്ചവനെ നമ്മക്ക് ഇങ്ങനെ തന്നത്, നമ്മ എന്തിനാ പഠിച്ച നമ്മളോട് ഇങ്ങനെ പരാതിയൊക്കെ പറയലുണ്ട്. ഇപ്പൊ ആ ഫീലിങ്സ് വേദനകളൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ ഉമ്മാനെ വേദനിപ്പിച്ചാൽ അവന് സഹിക്കാൻ പറ്റില്ല, ക്ഷമിക്കാനും പറ്റില്ല. അത് വേറൊരു കാര്യമാണ്. അവൻ ഉണ്ടായിരിക്കുകയാണ് ഇവന് കത്തി ഉണ്ടാക്കാനൊക്കെ നോക്കുന്നത്. അതിനുശേഷം ആ കത്തി അവൻ ഇതാക്കാൻ നോക്കിയ സമയത്ത് ഇല്ലാതാക്കാൻ സമയത്തുണ്ടല്ലോ, അതിനുശേഷം ഞാൻ അനുഭവിച്ച വേദന ഉണ്ട്. കാരണം എന്റെ കുട്ടീനെ എനിക്ക് ഓടി പോവാൻ സ്ഥലമില്ല.
ഓടാത്തൊരു സ്ഥലമില്ല. അപ്പൊ അവന് എന്തൊക്കെ ചെയ്തുക്കണോന്ന് പറഞ്ഞു കുട്ടീനെ. കുട്ടി എന്റെ അടുത്ത് നിന്ന് അകലാൻ വേണ്ടിയിട്ടാണോ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണോ അതോ കുട്ടിക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. എന്തൊക്കെയോ ചെയ്തുക്കണോന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാന് ഇത് മാറ്റണ്ടേ, കുട്ടീനെ മാറ്റിക്കാണ്ട് എനിക്ക് തിരിച്ചു കിട്ടണ്ടേ. പിന്നെ ഇതിനുള്ള ഓട്ടൊക്കെ ആയിരുന്നു. കുറെ കടങ്ങൾ വാങ്ങി, കുറെ പൈസ കടം വാങ്ങി മോനെ രക്ഷിക്കാൻ നോക്കി. ഒരു മാരേജ് ലൈഫ് കൊണ്ട് ഞാൻ അനുഭവിക്കേണ്ട അങ്ങേയറ്റം ഞാൻ അനുഭവിച്ചു. 18ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ അനുഭവിക്കേണ്ട അതിന്റെ അങ്ങേയറ്റം ഞാൻ അനുഭവിച്ചു. എത്ര 27 വയസ്സ് വരെ ഞാൻ അനുഭവിച്ചു. കൊത്തുവാക്കുകളും പരിഹാസങ്ങളും ഇനിയുണ്ട്, പറയാനുണ്ട്. ഞാൻ ഡിവോഴ്സിന് ശേഷം ഞാൻ അനുഭവിച്ച എന്തൊക്കെയാണെന്ന് ഇനിയും പറയാനുണ്ട്. പക്ഷെ ഞാൻ വരാം, പാർട്ടിയായിട്ട് ഞാൻ വരാം. എല്ലാം ഞാൻ പറയാം. പക്ഷെ ഈ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഞാൻ പിന്നെ അനുഭവിച്ചിട്ടുണ്ടോ, പിന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കാരണം അനുഭവിച്ചിട്ടുണ്ട്, നാട്ടിലെ ചില മാന്യന്മാര് കാരണം അനുഭവിച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ പറയാം. അപ്പൊ ശരി, അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എന്നോട് പലരും പറഞ്ഞു പറയണം, സത്യാവസ്ഥ എത്തിച്ചണം എന്നുള്ളത് പറഞ്ഞു. എനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്ക് പലർക്കും സ്ട്രോങ് ആണ്, എല്ലാം കൂടി ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ അതിജീവിതം, എനിക്ക് ഇതിനെ കുറിച്ച് നല്ല അഭിമാനമുണ്ട്. ഇതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിമാനമുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ ചെയ്ത് കാണാൻ എന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് നല്ല അഭിമാനമുണ്ട് ഇതിനെ കുറിച്ച്. ഞാൻ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഭയങ്കര വീക്കാണ്, ഭയങ്കര പെട്ടെന്ന് സങ്കടം വരും. ആരെങ്കിലും വിഷമം കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, ആരെയും സങ്കടം കാണുമ്പോൾ ഒക്കെ എനിക്ക് സങ്കടം വരും. പക്ഷെ ഞാൻ സ്ട്രോങ് ആണ്, എനിക്കെല്ലാം അതിജീവിക്കാതെ ശക്തി റബ്ബ് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ തളർന്നാല് എനിക്ക് എന്റെ മോന് തളരും, എന്റെ കണ്ണ് നിറയുന്നത് എന്റെ മോന് ഇഷ്ടേ അല്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയുണ്ട്, ഞാൻ അതിനുശേഷം ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.